എല്ലാവർക്കും നമസ്കാരം. ഇന്നലത്തെ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ട്, ഇന്നലത്തെ വീഡിയോയ്ക്കെന്നല്ല, ഇന്നലെ ഞാൻ ചെയ്ത ആ ഒരു പ്രവൃത്തിക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക്സ് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുകയാണ്. ഒരുപാട് പേര് കമൻറ്റുകളുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 400ഓളം കമൻറ്റുകൾ ഇന്നലത്തെ വീഡിയോയിൽ വന്നു. അതിലെല്ലാവരും ഒരു 1-2 പേര് ഒഴികെ ബാക്കി എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമൻറ്റിലാണ് ചെയ്തേക്കുന്നത്. അതായത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ ടു ബി ഫ്രാങ്ക് പറയുകയാണ്, ഈ ഒരു കാര്യം കൊണ്ട് വലിയൊരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പോലീസ് കേസെടുത്തു, എക്സൈസ് കേസെടുത്തു, ഇതൊക്കെ ശരിയാണ്. പക്ഷേ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അത് നിയമ നടപടികളാണ്. ആക്ഷൻ എടുത്താൽ മാത്രമാണ് നമുക്ക് സക്സസ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. കേസ് കൊടുത്തു എന്നുള്ളതുകൊണ്ട് മാത്രം സക്സസ് ആയി എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ചില ആൾക്കാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ എന്തിനാണ് രേണു സുധിക്ക് മാത്രം കേസ് കൊടുത്തത്, രേണു സുധിക്കെതിരെ മാത്രം കേസ് കൊടുത്തത്, അതല്ലെങ്കിൽ അവരുടെ പുറകെ നടന്ന് ടാർഗറ്റ് ചെയ്യുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു. ശരിക്കും സത്യസന്ധമായിട്ട് പറഞ്ഞോട്ടെ, രേണു സുധി എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് യാതൊരു വ്യക്തിവൈരാഗ്യവുമില്ല, ഒരു വ്യക്തിവൈരാഗ്യവുമില്ല. ഞാൻ അവരെ കണ്ടിട്ട് പോലുമില്ല. പിന്നെ എന്തുകൊണ്ട് രേണു സുധിയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ രേണു സുധിക്ക് എതിരെ മാത്രം സംസാരിക്കുന്നു? രേണു സുധിക്കെതിരെ മാത്രമല്ല, ഒരുപാട് പേർക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് രേണു സുധിയെ കണ്ടിന്യൂസ് സംസാരിക്കണം എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം, മറ്റുള്ള ആൾക്കാരുടെ വീഡിയോകൾ നമ്മൾ ഒരുപാടൊന്നും കാണുന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നിമിഷ ബിജോയുടെ ചാനലിലാണ് അവരുടെ കോപ്രായങ്ങൾ കാണിക്കുന്നത്. പിന്നെ ഒരു നിഷാന വ്ളോഗ്സ്, അവരുടെ ചാനലിലാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ചാനൽ ഞാൻ ഫോളോ ചെയ്തിട്ടില്ല, ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, എനിക്കത് കാണേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? എൻ്റെ ടൈം ലൈനിൽ അത് വരാറുമില്ല. ഇനി അഥവാ വന്നാൽ പോലും ഞാനത് ബ്ലോക്ക് ചെയ്ത് വിടും, അല്ലെങ്കിൽ നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുത്തും വിടും. പക്ഷേ രേണുവിനെ സംബന്ധിച്ച് അതല്ല വിഷയം. രേണുവിൻ്റെ വീഡിയോ രേണുവിൻ്റെ ചാനലല്ല വരുന്നത്. രേണുവിൻ്റെ ചാനലിൽ വരുന്നതോടൊപ്പം തന്നെ മറ്റ് ഓൺലൈൻ മീഡിയകളിലും ഇത് സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പോൾ എത്ര ചാനൽ നമ്മൾ ബ്ലോക്ക് ചെയ്യും, എത്ര ചാനൽ നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുത്തു വിടും? ഇത് മനസ്സിലാവാത്തതുകൊണ്ടല്ല ആൾക്കാർ നമ്മളെ വിമർശിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് രേണുവിനെ നമ്മൾ വിമർശിച്ച് സംസാരിക്കുന്നു? ഒരു കലാകാരൻ്റെ ഭാര്യയായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട്, അദ്ദേഹം മരിച്ചതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പലരുടെയും സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട്, സ്വന്തം കാലിൽ നിൽക്കാറായപ്പോൾ ഈ സഹായിച്ചവരെല്ലാം തള്ളി പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കാണിക്കുന്ന പരിപാടികൾ ഒരിക്കലും കുടുംബത്തിൽ പിറന്നവർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന പരിപാടികളല്ല. അവർ അവരുടെ കുടുംബത്തിൽ കാണിച്ചോട്ടെ, അവരുടെ അക്കൗണ്ടിൽ കാണിച്ചോട്ടെ, പക്ഷെ അവർ ചെയ്യുന്നത് എവിടെയാണ്? മറ്റ് ഓൺലൈൻ മീഡിയകളിലാണ് അവരുടെ വീഡിയോകൾ കൂടുതൽ വരുന്നത്. നമ്മുടെ മുന്നിൽ വരുന്ന കാര്യങ്ങളായതുകൊണ്ട് നമ്മളെടുത്ത് വെച്ച് സംസാരിക്കുന്നു. അതല്ലാതെ രേണുവിനോട് യാതൊരു വ്യക്തിവൈരാഗ്യവും എനിക്കില്ല പേഴ്സണലി. ചില ആൾക്കാർ പറഞ്ഞു എന്ന് പറയുന്നത് കേട്ടു, ഞാൻ ആരുടെയൊക്കെയോ ബിനാമിയാണ്. അത് ഈ പറഞ്ഞവർ പലരുടെയും ബിനാമികളായതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ തോന്നി. ഈ മഞ്ഞപ്പിത്തമുള്ളവർക്ക് കാണുന്നതെല്ലാം മഞ്ഞയാണല്ലോ എന്ന് പറഞ്ഞ പോലെ അവർ പലരുടെയും ബിനാമികളായിട്ട് വന്നിരുന്ന് സംസാരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് കാണുന്നവരെ എല്ലാം ബിനാമികളായിട്ട് തോന്നുന്നത്. ഞാൻ ഇന്നലെ കംപ്ലയിൻറ്റ് കൊടുത്തത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. എന്നെ കൊണ്ട് ആരും ചെയ്യിച്ചതല്ല. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം എനിക്ക് വന്നൊരു കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, ആ കമൻറ്റ് എന്ന് പറയുന്നത് ന്യൂയോർക്കിൽ നിന്നാണ് വന്നത്, ആ കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുത്തു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ചില വീഡിയോകളിൽ ഞാൻ ചെയ്യാത്തൊരു കാര്യം, ഞാൻ ഇൻവോൾവ് ആവാത്തൊരു കാര്യത്തിന് എൻ്റെ പേര് വലിച്ചഴിച്ചത് കൊണ്ട് ഞാൻ കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുത്തു. ഇതാണ് എൻ്റെ സത്യാവസ്ഥ. പിന്നെ ഈ അൺവാണ്ടഡ് റിപ്ലൈസ് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് പല കാര്യങ്ങളും കേട്ടിട്ടും കണ്ടിട്ടും ഞാൻ മിണ്ടാതിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വിഷയം ഇതൊന്നുമല്ല. രേണു സുധി ഒരു വഴിക്ക് അങ്ങോട്ട് പോട്ടെ, രേണു സുധിയുടെ കംപ്ലയിൻറ്റ് ഒരു വഴിക്ക് പോട്ടെ, അവർ നിയമപരമായിട്ട് നീങ്ങട്ടെ. ഇനി എനിക്ക് അതിനകത്തൊന്നും ചെയ്യാനുള്ള ഒരൊറ്റ കാര്യമാണ്, അത് ഞാൻ ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ഞാനത് ഫോളോ അപ്പ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി എനിക്ക് ചെയ്യാനുണ്ട്, അതും കൂടി ഞാൻ ചെയ്യും. അതിനുശേഷം പിന്നെ ബാക്കിയെല്ലാം നിയമത്തിൻ്റെ വഴി തന്നെ പോവും. പിന്നെ നമുക്ക് അവിടെ റോളില്ല. കംപ്ലയിൻറ്റ് കൊടുക്കുക, അത് ഫോളോ അപ്പ് ചെയ്യാമെന്ന് മാത്രമാണ് നമ്മുടെ പണി. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിഷയത്തിൽ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഞാനൊരാൾ കംപ്ലയിൻറ്റ് കൊടുത്തെന്ന് പറഞ്ഞാൽ ഒന്നും ആവില്ല. പകരം നിങ്ങളെല്ലാവരും, ഈ വീഡിയോ കാണുന്ന അമ്മമാർ, എൻ്റെ ഇന്നലത്തെ വീഡിയോയിൽ ഞാനത് ഒരു കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ അമ്മമാർ, മക്കളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ, നിങ്ങൾ ഈ പറയുന്ന സൈബർ സെല്ലിന് കംപ്ലയിൻറ്റ് കൊടുത്താൽ അവർ കുറച്ചുകൂടി അലേർട്ട് ആവും. നിങ്ങളെ ഓരോ അമ്മമാരും സൈബർ സെല്ലിൽ പോയിട്ട് ഒരു പേപ്പർ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടി അലേർട്ട് ആവും, കുറച്ചുകൂടി സീരിയസ് ആവും. കാര്യം കുട്ടികളുടെ ഭാവി, മക്കൾ വന്നിട്ട് ഇവർ പറയുന്ന വാചകങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്നു, ഞങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല, മൊബൈൽ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഇന്ന് നോട്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ പഠിക്കുന്ന പല കാര്യങ്ങളും ഇൻ്റർനെറ്റ് വഴി ആയതുകൊണ്ട് ഞങ്ങൾക്ക് മൊബൈൽ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അതോ അങ്ങനെ കൊടുക്കുമ്പോൾ അതിനകത്ത് കയറി വരുന്ന കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കയറി വരുന്നത്. അവരത് കണ്ടിട്ട് നമ്മളോട് വന്ന് ചോദിക്കുന്നു, നമുക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞൊരു കംപ്ലയിൻറ്റ് നിങ്ങളുടെ കൺസേൺ സ്റ്റേഷനിലോ അല്ലെങ്കിൽ സൈബർ സെല്ലിലോ കൊടുത്താൽ ഒരു പക്ഷേ അവർ കുറച്ചുകൂടെ അലേർട്ട് ആവും. ഇതാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. ഇന്ന് ഞാൻ സംസാരിക്കാൻ വന്നത് രേണു സുധിയെക്കുറിച്ചല്ല. ഞാൻ ഇന്നലത്തെ ഒരു വിഷയം ഇങ്ങനെ കമൻറ്റുകളും ചില വീഡിയോകളൊക്കെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞേ ഉള്ളൂ. പിന്നെ എനിക്കെതിരെ വീഡിയോ ചെയ്യുന്നവരോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ ശരിയുടെ പക്ഷത്താണ് നിൽക്കുന്നുള്ള ധാരണ എനിക്കുള്ളിടത്തോളം കാലം ഒരാൾക്കും എന്നെ വീഴ്ത്താൻ പറ്റില്ല. ഇതാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യം.
അതുകൊണ്ട് നിങ്ങൾ കുരച്ചുകൊണ്ടിരിക്കുക. ഈ കുരയ്ക്കുന്നവർ ഏത് ഗണത്തിലുള്ള ആൾക്കാരാണെന്നുള്ളത് കാണുന്നവർ വിധി എഴുതിക്കോളും. എനിക്കതിനകത്തൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. സോ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടി ഈ പറയുന്ന അപരാധം കാണിക്കുന്ന മറ്റൊരു വ്യക്തിയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ വ്യക്തികളെക്കുറിച്ചാണ് എനിക്കിന്ന് സംസാരിക്കാനുള്ളത്. മറ്റാരുമല്ല, അഭിലാഷ് ആട്ടായം. ഈ അഭിലാഷിൻ്റെ വീഡിയോകളും അഭിലാഷിൻ്റെ ചാനലിൽ മാത്രമല്ല വരുന്നത്, പല 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 ഓൺലൈൻ മീഡിയകളിലും അഭിലാഷിൻ്റെ കുന്തളിപ്പ് വരുന്നുണ്ട്. അഭിലാഷ് ആട്ടായത്തെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അലൻ ജോസ് പെരേര, ആറാട്ടണ്ണൻ, ഈ ഒരു യൂണിവേഴ്സിലുള്ള ഒരു ആളാണ് അഭിലാഷ് ആട്ടായം. ഇയാളുടെ പുറകെ നടക്കുന്ന ലേഡീസ്, എനിക്ക് എന്താണ് അവരെക്കുറിച്ച് പറയാൻ പറ്റുന്നത്? ഇവർക്കൊന്നും ഫാമിലി ഇല്ലേ? ഹസ്ബൻഡ് ഇല്ലേ? മക്കളില്ലേ? ഈ മക്കൾക്ക് പുറത്തിറങ്ങി നടക്കേണ്ടതല്ലേ? ഇതൊന്നും ചിന്തിക്കാതെ ഇയാളുടെ പുറകെ, ഇയാളുടെ തോളത്ത് കയറി എന്തൊക്കെ പേക്കൂത്തലാണ് കാണിക്കുന്നത് മനസ്സിലാവുന്നില്ല. ലേറ്റസ്റ്റ് ആയിട്ട് ഈ അഭിലാഷും അതുപോലൊരു റിയ ജെറിയോ എന്തോ പറഞ്ഞൊരു പേര്, അലൻ ജോസ് പെരേരയുടെ കൂടെയൊക്കെ അവൻ്റെ കാമുകിയായിട്ടൊക്കെ നടന്ന ഒരു പെൺകുട്ടി, ആ കുട്ടിയായിട്ടുള്ളൊരു വീഡിയോ ഞാൻ കണ്ടു. ഞാൻ ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം. ഒരു 3 ക്ലിപ്പ് ഉണ്ട്. ആ 3 ക്ലിപ്പ് പ്ലേ ചെയ്യാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ നാട്ടിലെ പെൺകുട്ടികൾക്ക് എന്താ സംഭവിക്കുന്നത്, ഈ നാട്ടിലെ സ്ത്രീകൾക്ക് എന്താ സംഭവിക്കുന്നത്? ഇവൻ്റെയൊക്കെ പുറകെ നടന്ന് നാളെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു. ഇവൻ പറയുന്നത് ഞാൻ സിനിമയിൽ കയറാൻ വേണ്ടി ഇതൊക്കെ കാണിക്കുന്നത്, സിനിമയിൽ കയറാൻ ഇതാണോ മാർഗ്ഗം? ഇവൻ്റെ പല ഇൻ്റർവ്യൂ കാണുമ്പോൾ പറയുന്നത് ഇവൻ ഒരുപാട് സിനിമ ആൾക്കാരുടെ മുന്നിൽ പോയിട്ടുണ്ട് ചാൻസ് ചോദിച്ചിട്ട്, പക്ഷെ ആരും അവന് ചാൻസ് കൊടുത്തിട്ടില്ല. അങ്ങനെ തോന്നിയ ഒരു ഐഡിയയിലൂടെയാണ് ഇപ്പോൾ അവൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവൻ പറയുന്നത്. ഇതിലും ഭേദം വേറെ വല്ല പണിക്ക് പോകുന്നതല്ലേ? ഓരോ സ്ത്രീകൾ, ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ സ്ത്രീകൾ, ഈ കൂടെ പോകുന്ന സ്ത്രീകളെ വേണം പറയാൻ. എന്നിട്ട് നാളെ വേറെ കംപ്ലൈൻറ്റുമായിട്ട് വരും, അവൻ അത് ചെയ്തു, അവൻ ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ഒരു 1-2 വർഷം മുൻപ് ഈ അഭിലാഷിനെ കുറിച്ച് ഒരു ന്യൂസ് കേട്ടിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ആ ഫ്രണ്ട് വഴി വേറൊരാളോട് സംസാരിച്ചപ്പോൾ ഇയാളുടെ ഗുണവിശേഷങ്ങൾ കുറേ അവരെന്നോട് സംസാരിച്ചു. പക്ഷേ എനിക്കതൊന്നും പുറത്ത് പറയാൻ പറ്റില്ല. അമ്മാതിരി എന്താ പറയുക, പേക്കൂത്തലാണ് ഈ അഭിലാഷ് കാണിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ തന്നെയാണ്. നമുക്ക് എന്തായാലും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഈ ഇവരുടെ കുന്തളിപ്പ് ഇങ്ങനെ വരും. ഞങ്ങൾ അഭിനയിക്കുമ്പോ ഞങ്ങൾ ജെനുവിനായിട്ട് അഭിനയിക്കും. ഇങ്ങനെയുള്ള സ്റ്റെപ്പിനൊക്കെ ഒരു 5000 വെച്ച് തന്നെ. എവിടെ ഇവിടെ പിടിക്കുന്നതിന് ഇവിടെ പിടിക്കുന്നത് 5000 വേണം. പിന്നെ ഇവിടെ തൊള്ളയെ പിടിക്കുന്നത് അവിടെ പിടിക്കുന്ന 3000. പിന്നെ തലയെ പിടിക്കുന്നതിന് അതിന് 2000. അത്ര അഭിനയിക്കാനൊന്നും ഞാൻ വരില്ല. പിന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഇത് കഴിയുമ്പോ മോളെ, അതായത് ഞങ്ങൾ അഭിനയിക്കുന്ന ഇത് കൂട്ടുകാരാണ് ഞങ്ങൾ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഞങ്ങൾ കൂട്ടുകാരാകുമ്പോ ഇങ്ങനെ അഭിനയിക്കും ആണല്ലോ. കൂട്ടുകാരൊക്കെയാണ്, പക്ഷെ പൈസ കാര്യത്തിൽ സീരിയസ് ആണ്. ആണല്ലേ? പൈസ കിട്ടിയാൽ മോൾ എന്തിനും തയ്യാറാണ് എന്നല്ലേ ഈ പറഞ്ഞു വരുന്നത് അല്ലേ? അവിടെ തൊട്ട 5000, ഇവിടെ തൊട്ട 2000, അപ്പുറത്ത് തൊട്ട 3000. എന്തുവാടേ ഇത്? എനിക്ക് മനസ്സിലാവുന്നില്ല. പൈസയ്ക്ക് വേണ്ടി എന്ത് തറ പരിപാടിയും ചെയ്യാൻ തയ്യാറായിട്ടുള്ള കുറേ എണ്ണം. അഭിലാഷ് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ കാണിക്കുന്നത്? ഇത് ഒരു പെൺകുട്ടിയുടെ കാര്യമാണ് ഞാൻ കാണിച്ചത്. വേറെ സ്ത്രീകളുണ്ട്. എന്താ, ഒരു സുനിത, ഒരു സുനി, അങ്ങനെ എന്തൊക്കെയോ പേരുകൾ, സുനിത കൊല്ലോ, എന്തൊക്കെയോ പേരുകളുള്ള കുറേ സ്ത്രീകൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുതിയൊരു സ്ത്രീ, നല്ല പ്രായമുണ്ട്, എനിക്കൊന്ന് അഭിലാഷിൻ്റെ അമ്മയുടെ പ്രായം വരും, അവരെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്ത് ഒരു പാട്ട്. ഉളുപ്പുണ്ടോ? ഇതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ദേഷ്യം വരും. ഇതൊക്കെ കുട്ടികൾ കാണുന്നതാണെന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഫോൺ കൊടുക്കാതിരുന്നാൽ പോരെ എന്നാണ് തിരിച്ച് ചോദ്യം. ഈ ചോദിക്കുന്നവൻ്റെയൊക്കെ വീട്ടിൽ മക്കൾ ഫോൺ ഉപയോഗിക്കുന്നില്ലേ? നിൻ്റെയൊക്കെ വീട്ടിൽ ഫോൺ ഉപയോഗിക്കാത്ത കുട്ടികളുണ്ടോ? ഈ കുട്ടികളുടെ മുന്നിലാണ് ഈ വീഡിയോ ഒക്കെ വരുന്നതെങ്കിൽ ഇവർ ഈ വീഡിയോകൾ കണ്ടിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള മറ്റു പലരോടും ഇതുപോലെ പെരുമാറിയാൽ നിങ്ങൾക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റുമോ? ഇതുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇതിനെതിരെ റിയാക്ട് ചെയ്യുന്നത്. മനസ്സിലായോ? ഇമാതിരി തോന്നിയവാസങ്ങൾ ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ആരും നന്നാക്കാൻ പറ്റില്ല, പക്ഷേ ഇവൻ്റെയൊക്കെ മുഖംമൂടികൾ പുറത്ത് കാണിക്കാൻ പറ്റും. അടുത്തൊരു വീഡിയോ കാണാം. ഇതൊക്കെ കാണുമ്പോൾ, ഇവനെയൊക്കെ റോഡിൽ കാണുമ്പോൾ ചെവിക്കൽ നോക്കി അടിക്കാൻ ആളില്ലാഞ്ഞിട്ടാണ്, വേറൊന്നുമല്ല. എന്നിട്ട് ഇവനെ വിമർശിക്കുന്നവരെ തെറി പറയുക, അതാണ് ആശാന്റെ കലാപരിപാടി. അവൻ്റെ വീഡിയോകളിലൂടെ വന്ന് ഇവനെയൊക്കെ പൊക്കി പറയാൻ വേണ്ടി കുറേ ഓൺലൈൻ പേജുകളുണ്ട്. ഞാൻ ഓൺലൈൻ മീഡിയാസ് എന്ന് പറയില്ല, ഓൺലൈൻ പേജുകൾ. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും കുറേ ഓൺലൈൻ പേജുകളുണ്ട് ഇവനെയൊക്കെ മാത്രം എടുത്ത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഇന്നത്തെ സൊസൈറ്റി ഇത് എങ്ങോട്ടാണ് പോകണമെന്ന് മനസ്സിലാവുന്നില്ല. എന്നാൽ ഒരുപാട് കഴിവുള്ള നല്ല നല്ല വീഡിയോകൾ ചെയ്യുന്ന റീലുകൾ ചെയ്യുന്ന ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. ഇതുപോലുള്ള അപരാധങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാരും ഉണ്ട്. ഇതിനെതിരെയൊക്കെയാണ് നമ്മൾ പ്രതികരിക്കുന്നത്. ഈ അഭിലാഷിന് നല്ല രീതിയിൽ മിമിക്രി ചെയ്യാനുള്ള കഴിവുണ്ട്. മുൻപൊരു വീഡിയോയിൽ ഞാൻ ഇയാളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. ഇയാളുടെ ആ മിമിക്രി വെച്ചിട്ട് ഇയാൾക്ക് ജീവിച്ചൂടെ, ഇയാൾക്ക് ഏതെങ്കിലും ട്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് അവരുടെ കൂടെ മുന്നോട്ട് പോയിക്കൂടെ, അതൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവൻ അതൊന്നും പറ്റത്തില്ല. ഇവന് ഡെയിലി ഓരോ പെമ്പിളാരെയും കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഓരോ സ്ത്രീകളെയും കൊണ്ടുവന്ന് അവരെ കെട്ടിപ്പിടിച്ച് അവരെ എടുത്ത് പൊക്കി മാവിൻ്റെ മേളിലും കയറ്റി ഇങ്ങനെ കുന്തളിച്ച് നടക്കണം. എനിക്ക് മനസ്സിലാവും ഇവർക്കൊക്കെ വരുമാനം എവിടുന്നാണ്? ഇങ്ങനെ വീഡിയോ ചെയ്യുന്നവർക്ക് അവരെ ജോലിക്ക് പോകാൻ സമയം കിട്ടുന്നത്? എങ്ങനെ ജീവിക്കുന്നത് പോലും അറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവരെ നന്നാക്കാൻ നമ്മൾ ആൾക്കാരല്ല, പക്ഷേ ഇവരുടെയൊക്കെ ഈ കുന്തളിപ്പ്
പൊതുസമൂഹത്തിന് മുന്നിൽ കാണിക്കാൻ പറ്റും. പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്താലും ഈ പറയുന്ന ഗൈഡ് ലൈൻ പോളിസി പ്രകാരം അത് തെറ്റല്ലാത്തത് കൊണ്ട് അവർക്കും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് പ്രശ്നം. പിന്നെ അല്ലെങ്കിൽ കാണുന്ന അമ്മമാർ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ പ്രതികരിക്കുക. ഇതുപോലുള്ള വീഡിയോകൾ വരുമ്പോൾ ആ വീഡിയോകളുടെ താഴെ പോയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാനല്ല നിൽക്കേണ്ടത്. വീഡിയോകൾ റിപ്പോർട്ട് അടിച്ചു വിടുക, ആ ചാനലുകൾ ബ്ലോക്ക് ചെയ്ത് വിടുക. അങ്ങനെ ചാനലുകളിൽ ആൾ കാണാൻ കയറാതെ വരുമ്പോൾ അവനൊക്കെ അത് നിർത്തി പൊക്കോളും. അതിലുപരി നിങ്ങൾ ഈ പറഞ്ഞ പോലെ കംപ്ലയിൻറ്റ് നിങ്ങൾ കൊടുക്കുക. നിങ്ങളുടെ മക്കൾ വഴിതെറ്റി പോകാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഇതൊക്കെയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുക്കുക. ഇതാണ് ചെയ്യേണ്ടത്. പക്ഷെ എത്ര പേര് അതിന് തയ്യാറാവും? അധികം ആരും തയ്യാറാവില്ല. പക്ഷെ തയ്യാറായാൽ ഒരു കൂട്ടം അമ്മമാർ വിചാരിച്ചാൽ ഈ കുന്തളിപ്പ് മാറ്റാൻ പറ്റും, തീർക്കാൻ പറ്റും, ഉറപ്പായിട്ട് തീർക്കാൻ പറ്റും. എനിവേ, നിങ്ങൾക്ക് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇതൊക്കെ കണ്ടിട്ട് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.